മലമുകളിൽ കത്തിച്ചുവെച്ച ഒരു വിളക്ക് പോലെയാണ് ഒരു പുരോഹിതൻ. അവൻ ലക്ഷ്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. പക്ഷേ ഒരു പുരോഹിതന്റെ ജീവിത വഴി സ്വർഗത്തിലേക്കുള്ള വഴി പോലെയാണ്. ഇടുങ്ങിയ വഴി, കല്ലും മുള്ളും നിറഞ്ഞ വഴി. സ്വകാര്യതകളെയും ജീവിതമോഹങ്ങളെയും ചവിട്ടിമെതിച്ചു വേണം മുമ്പോട്ടു പോകുവാൻ. ലോകമോടുന്ന ദിശയ്ക്ക് എതിരായുള്ള പ്രയാണം. പക്ഷേ ഈ കാലം ഏറെ അപകടം പിടിച്ചതാണ്. ഇവിടെ ഒരു പുരോഹിതന്റെ യാത്ര പണ്ടത്തേതിനേക്കാൾ പ്രയാസകരമാണ്. ആഗോള സഭ പൗരോഹിത്യ വർഷം കൊണ്ടാടുമ്പോൾ ശാലോം ചില പുരോഹിതരുടെ വേറിട്ട ജീവിതങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ആദ്യ അധ്യായം തുടങ്ങുമ്പോൾ നാം ഇടുക്കിയിലാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ നിന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു പക്ഷേ യെശയ്യാ പ്രവാചകൻ്റെ ഈ വാക്കുകൾ 10 തിരികൾ പോലെ കത്തുന്ന ഒരു വീട്. 15 മക്കളിൽ 10 പേർ സമർപ്പിതർ, 6 വൈദികരും 4 സിസ്റ്റേഴ്സും. ഒരു പക്ഷേ ദൈവവിളിയുടെ ചരിത്രത്തിലെ ഒരു വിസ്മയമായ ഒരു വീട്. ആ വീട്ടിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള കുഞ്ചിത്തണ്ണിയിലെ ആനിക്കുഴിക്കാട്ടിൽ വീട്. ആനിക്കുഴിക്കാട്ടിൽ ലൂക്ക ഏലിക്കുട്ടി ദമ്പതികൾ, ദൈവഹിതമറിഞ്ഞ് ജീവിച്ച 2 വ്യക്തികൾ. ഇവരെ ദൈവം യോജിപ്പിച്ചത് ഒരു പദ്ധതി നിറവേറ്റാനായിരുന്നു. ഇവർക്ക് ജനിച്ചത് 15 മക്കൾ. അതിൽ 8 ആണും 7 പെണ്ണും. ഒരു കുടിയേറ്റ കർഷകനായിരുന്ന ലൂക്കായുടെയും ഭാര്യ ഏലിയുടെയും പ്രാർത്ഥനകളും സഹനങ്ങളും നിറഞ്ഞ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത 15 മക്കളെയും അവർ വളർത്തി ദൈവത്തിൻ്റെ വൻ പദ്ധതിക്കായി ഒരുക്കിയെടുത്തു. അവരിൽ 10 പേർ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന സഭയിലെ 10 വേലക്കാർ, 6 വൈദികരും 4 കന്യാസ്ത്രീകളും. ദൈവവിളിയുടെ ചരിത്രത്തിലെ ഇത്തിരി വലിയ വീടായ ആനിക്കുഴിക്കാട്ടിൽ വീട്ടിലെ 15 മക്കളിൽ 12ാമൻ റവറൻ ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ നമ്മളോടൊപ്പം ഉണ്ട്. മൂന്നാർ തോക്കുപാറ ഇടവകളുടെ വികാരിയായിട്ട് സ്തുത്യർഹമായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഇത്രയധികം വൈദികരുള്ള വീട്, 6 വൈദികർ, അവരുടെ പേരുകളും അവരിപ്പോൾ ചെയ്യുന്ന ജോലികളും ഒന്ന് പറയാമോ? ഞങ്ങൾ സഹോദരന്മാർ 6 വൈദികരാണ് ഉള്ളത്. അതിലേറ്റവും ഇളയ ആളായ ഫാദർ ആൻ്റണി MST സഭാംഗമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പട്ടമേറ്റത് 1990 ജനുവരി മാസം 4-ാം തീയതി. എൻ്റെ നേരെ മൂത്ത സഹോദരൻ ഫാദർ ജോസ് സലേഷ്യൻ സഭാംഗമാണ്. അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ ആസാം, ഗുവാഹട്ടി, അരുണാചൽ പ്രദേശങ്ങളിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒഴുകി ഇപ്പോൾ അവിടെയുള്ളൊരു സ്കൂളിൻ്റെ റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. മറ്റൊരു സഹോദരൻ ഫാദർ മൈക്കിളാണ്. ഫാദർ മൈക്കിൾ ആനി എന്ന് പഞ്ചാബിൽ അറിയപ്പെടുന്ന ഫാദർ മൈക്കിൾ പാകിസ്ഥാൻ ബോർഡറിൽ ധാരാളം പേരെ വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫാദർ മൈക്കിളിന് സാധിച്ചു. ഇപ്പോൾ ഗുരുദാസ്പൂർ എന്ന വലിയ ഒരു ഇടവകയുടെ വികാരിയായിട്ട് ജോലി ചെയ്യുകയാണ്. ഫാദർ മൈക്കിളിൻ്റെ മൂത്ത സഹോദരൻ ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ നല്ല ഒരു ഇടയനായിട്ട് ഇടുക്കിയിൽ പല ഇടവകളിലും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം തലശ്ശേരി രൂപതയിലുള്ള കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയുടെ റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഞങ്ങൾ വൈദികരിലെ ഏറ്റവും മൂത്ത ആളാണ്
ഇപ്പോൾ ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. കോതമംഗലം രൂപതയായിരുന്നപ്പോൾ ഇടുക്കിയിലെ പ്രദേശങ്ങളിൽ പല ഇടവകളിലും അദ്ദേഹം വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്ത ശേഷം 5 വർഷം മുമ്പ് രൂപീകൃതമായ ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായിട്ട് അദ്ദേഹം സ്ഥാനമേറ്റു. ഇടുക്കിയിലെ കുഞ്ചിത്തണ്ണിയിലേക്ക് 1951 കുടിയേറി താമസിച്ച മാതാപിതാക്കൾക്കൊപ്പം അന്ന് 7 വയസ്സുകാരനായ കുഞ്ഞു മാത്യുവും ഉണ്ടായിരുന്നു. ആനയെ പേടിച്ച് ഏറുമാടത്തിൽ താമസിച്ച് പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർന്ന് പിന്നീട് ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാനായ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ആദ്യകാല കുടിയേറ്റ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. കുടിയേറ്റത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ പശ്ചാത്തലമുണ്ട്. മധ്യ കേരളത്തിൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം പഞ്ഞവും പട്ടിണിയും ജനപ്പെരുപ്പവും വർദ്ധിച്ചപ്പോൾ അന്നത്തെ ദിവാന്മാർ ഗ്രോ മോർ ഫുഡ് പ്രോജക്റ്റ് തയ്യാറാക്കി ജനങ്ങളോട് വനം പ്രദേശങ്ങളിൽ പോയി വനം തെളിച്ച് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് നമ്മുടെ ജനങ്ങൾ, അധ്വാനശീലരായ ആളുകൾ ഹൈറേഞ്ചിലേക്ക് കുടിയേറുന്നു. എനിക്കന്ന് 7 വയസ്സ് പ്രായമുണ്ട് കുടിയേറുമ്പം. ആ കാലഘട്ടങ്ങളിൽ ഏറുമാടത്തിലും മറ്റുമൊക്കെ അല്ലായിരുന്നോ ജീവിതം? ആനകളൊക്കെ വന്ന് ശല്യപ്പെടുത്തുന്ന അവസ്ഥ. അന്ന് വന്യമൃഗങ്ങളുടെയൊക്കെ നല്ല വിളയാട്ടമുള്ള കാലം. ഏറുമാടത്തിലേ താമസിക്കാൻ പറ്റുള്ളൂ. മരത്തിൻ്റെ മുകളിൽ വീട് കെട്ടി അതിലായിരുന്നു കുടുംബം എല്ലാം താമസിച്ചുകൊണ്ടിരുന്നതും കഞ്ഞിയും കറിയെല്ലാം വെച്ചുകൊണ്ടിരുന്നതുമൊക്കെ. പകൽ മാത്രം അതിൽ നിന്ന് താഴെ ഇറങ്ങി നിലത്തുകൂടി നമുക്ക് സഞ്ചരിക്കാനും ആളുകളുമായിട്ട് ഇടപെടാനും ഒക്കെ സാധിക്കുമായിരുന്നുള്ളൂ. ഈ ഏറുമാടത്തെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആന വന്ന് ശല്യപ്പെടുത്തുന്ന അങ്ങനെ വല്ല ഓർമ്മകളും വല്ലതും ഉണ്ടോ? അങ്ങനെ പേടിയോടുകൂടി ഏറുമാടത്തെ കഴിഞ്ഞിരുന്ന സംഭവങ്ങളും വല്ലതും ഓർക്കുന്നുണ്ടോ? ധാരാളം സംഭവങ്ങളുണ്ട്. ആന വന്ന് ഏറുമാടത്തിൻ്റെ മരത്തിനിട്ട് കുത്തും. അതുപോലെ മരം ഇളക്കാനായിട്ടുള്ള എല്ലാ പണികളും അവൻ ചെയ്യും. ജനങ്ങൾ അതേസമയം പടക്കം പൊട്ടിച്ചും അടുപ്പിലെ തീ ആനയുടെ പുറത്ത് കോരിയിട്ടും ഒക്കെയാണ് ആനയുടെ ശല്യത്തിൽ നിന്നൊക്കെ മാറിയിരുന്നത്. ഏറുമാടത്തെ കയറുന്ന ഗോവണികളൊക്കെ അഴിച്ചു വച്ചിരിക്കും. അല്ലെങ്കിൽ അതേ വഴി ആന ഏറുമാടം കുലുക്കി താഴെ ചാടിക്കുമായിരുന്നു. അന്നൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഏറുമാടത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും കൊന്തയില്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നപ്പടി പേടിയായിരുന്നു. ആനയെന്ന് കേൾക്കുമ്പം തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പേടി ഭയം ഉണ്ടാകും. എങ്കിലും പ്രാർത്ഥനയ്ക്കോ അല്ലെ കുടുംബത്തിൻ്റെ ദിനചര്യകൾക്കൊന്നും ഒരു വീഴ്ചയും വരുത്താൻ മാതാപിതാക്കൾ അനുവദിച്ചിരുന്നില്ല. ഈ സന്ധ്യാപ്രാർത്ഥനയാണ് 10 സന്യസ്തർക്കും അന്നുണ്ടായ ആദ്യ പ്രചോദനം. ഇവരിൽ 4 പേർ കന്യാസ്ത്രീകളാണ്. സിസ്റ്റർ ആനി FMA സലേഷ്യൻ സഭാംഗം, സിസ്റ്റർ റോസക്കുട്ടി FMM ഫ്രാൻസിസ്കൻ സഭാംഗം, സിസ്റ്റർ മേരി ലൂക്ക ഫ്രാൻസിസ്കൻ സഭാംഗം, പിന്നെ SH സഭാംഗമായ സിസ്റ്റർ ആലിസും. ഞാൻ സിസ്റ്റർ ആലിസ് നെടുങ്കണ്ടം കരുണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ നേഴ്സിംഗ് സൂപ്രണ്ടായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ ചാച്ചൻ്റെയും അമ്മയുടെയും മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം, പിന്നെ കുടുംബ പ്രാർത്ഥന, ചിട്ടയായിട്ടുള്ള പ്രാർത്ഥന,
പിന്നെ കൂദാശ ജീവിതത്തിൽ കുമ്പസാരിക്കാനും കുർബാന കൈക്കൊള്ളാനും ഒക്കെ ചിട്ടയായിട്ടും നടത്തണമെന്നുള്ള നിർബന്ധം. ഒരു പക്ഷേ അച്ഛന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാം ദൈവഹിതങ്ങളാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ആനിക്കുഴിക്കാട്ടിൽ വീട്ടിലെ ഇത്രയധികം ദൈവവിളികൾ സമർത്ഥമായിട്ടുണ്ടാവാനായിട്ട് കാരണം? അത് ബിൻസെ ഒത്തിരി ഫാക്ടർ ഉണ്ട്. ഒന്നാമതായിട്ട് വളരെ കഠിനാധ്വാനിയായ നല്ല ഒരു ഈശ്വരവിശ്വാസമുള്ള നല്ല ഉറപ്പുള്ള ഒരു അപ്പൻ. പിന്നെ രണ്ടാമത് അമ്മ വളരെ നിഷ്കളങ്കയായ വളരെ സിമ്പിളായ എന്നാൽ വളരെ ഭക്തയായ വിശ്വസ്തയായ ഒരു നല്ലൊരമ്മ. പിന്നെ വീട്ടിലെ സഹോദരങ്ങളുടെ ജീവിത അനുഭവങ്ങൾ, പിന്നെ അയൽവക്കവുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനേക്കാളെല്ലാം എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വീട് അന്ന് ഏർപ്പെട്ടിരുന്ന ആ ചുറ്റുപാടുകളും ഗ്രാമീണ അന്തരീക്ഷവും അതിൻ്റെ പരിശുദ്ധിയും, അവരേർപ്പെട്ടിരുന്ന കൃഷി, അതുപോലുള്ള അവരുടെ ജീവിതചര്യകൾ എല്ലാം ഈ വൊക്കേഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. കഠിനാധ്വാനിയും ശാന്ത സ്വഭാവവുമുള്ളയാളായിരുന്നു ചാച്ചൻ എന്നാണ് മക്കൾ അവരുടെ പിതാവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അത് അവരുടെ മാത്രം അഭിപ്രായമല്ല. അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവർക്കും ഇതേ അഭിപ്രായമാണ്. വെളുപ്പിന് 4 മണിക്ക് കൊടും തണുപ്പത്ത് കൃഷിപ്പണിക്ക് പോകുന്ന ചാച്ചനെ കണ്ടുവളർന്ന ഇവർക്ക് ദൈവത്തിനു വേണ്ടി രാവും പകലും നിസ്സീമമായി പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 15 കുട്ടികളുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ ഒരു വലിയൊരു ഭാരം, മാതാപിതാക്കൾക്ക് വലിയൊരു ഭാരമാണ്. ഈ പ്രതിസന്ധികൾ എങ്ങനെയാണ് പിതാവിൻ്റെ മാതാപിതാക്കൾ നേരിട്ടത്? ഈ പ്രതിസന്ധികളെയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാലഘട്ടം. ദൈവം മനുഷ്യരെ വിവാഹ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നത് മക്കളുണ്ടാകാനാണ്. മാതാപിതാക്കൾക്ക് അന്നൊന്നും ഇതിനെക്കുറിച്ചൊരു വറിയോ ഒന്നുമില്ലായിരുന്നു. മക്കളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാനം. അത് എത്രയാണെന്നോ ഒന്നും ഒരു കണക്കോ ഒന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു, 15 മക്കളുണ്ടായി. അന്ന് കുടുംബാസൂത്രണമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഗർഭനിരോധനമോ ഇങ്ങനെയുള്ള വഴികളൊന്നും ഒന്നുമില്ലായിരുന്നു. അന്ന് മക്കളുണ്ടാകുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് മാതാപിതാക്കൾ കരുതിയിരുന്നു. അതുകൊണ്ടായിരിക്കണം ധാരാളം കുട്ടികൾ വീട്ടിലുണ്ടായത്. എങ്കിലും ഒരുപാട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ അവസ്ഥ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം കുടിയേറ്റ കാലമായിരുന്നതുകൊണ്ട് ഭക്ഷിക്കാനൊന്നും പൊതുവിലില്ല. നമ്മൾ നെൽകൃഷിയൊക്കെ നടത്തിയാലും ആന വന്നതെല്ലാം ചവിട്ടിപ്പറിച്ചും അതുപോലെ കാട്ടുതീ കയറിയും ഒക്കെ പലപ്പോഴും പോകുന്നതിൻ്റെ ഫലമായിട്ട് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ സ്വാഭാവികമായി ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഉള്ളതൊക്കെ കൊണ്ട് തിന്ന് തൃപ്തരായി ജീവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അല്ലാതെ അവകാശങ്ങൾ ഉന്നയിക്കുന്ന മക്കളോ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരു സാഹചര്യമോ ഒന്നും ഇന്നത്തെ പോലെ അന്നില്ലായിരുന്നു. ഈ കാർഷിക കുടുംബത്തിലെ ഒരുപാട് പ്രാരാബ്ധങ്ങളുള്ള അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ? ഏതൊരു വ്യക്തിക്കും അമ്മ ഒരു വലിയ ജീവിതത്തിൻ്റെ കണ്ണിയാണ്. അമ്മയാണ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ആശ്രയം. തീർച്ചയായിട്ടും എൻ്റെ അമ്മയും അങ്ങേയറ്റം വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ അങ്ങേയറ്റം കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. വിവാഹ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും മനസ്സിലാക്കി തൻ്റെ മക്കളെ മനുഷ്യസ്നേഹിയും നല്ല ക്രൈസ്തവരും സ്വർഗത്തിൻ്റെ അവകാശികളുമാക്കി മാറ്റാനുമായിരുന്നു ഈ അമ്മയുടെ പ്രാർത്ഥനാപൂർണമായ പരിശ്രമം. തൻ്റെ അമ്മയെക്കുറിച്ച് വാചാലനാകുന്ന ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ. അമ്മ എന്ന് പറഞ്ഞാൽ പള്ളി, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യാപ്രാർത്ഥന. ഈ 15 മക്കളെയും പെറ്റു വളർത്തിയ തിരക്കിനിടയിലും ഈ വളരെ കഠിനാധ്വാനിയായ ഒരു ഭർത്താവ് രാവിലെ 4 മണിക്ക് പണി സ്ഥലത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ മക്കളെയെല്ലാം പോറ്റി വളർത്തിയതിനിടയിൽ
എല്ലാ ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരമ്മ. എല്ലാ ദിവസവും വൈകുന്നേരം ആ കൃത്യസമയത്ത് സന്ധ്യാസമയത്ത് അമ്മ തന്നെ പാടിത്തുടങ്ങും. സന്ധ്യയായി തിരികൊളുത്തി ഞങ്ങളെല്ലാം വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തി. അപ്പോൾ എല്ലാവരും എല്ലായിടത്തു നിന്നും ഓടിക്കൂടുന്ന ഒരു അനുഭവം. അതാണ് എനിക്ക് തോന്നുന്നത് അമ്മ. ചാച്ചനും നല്ല വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പന് അങ്ങേയറ്റം കഠിന അധ്വാനിയായിരുന്നു. വേലക്കാരോ മറ്റ് പണിക്കാരോ ഒന്നും ഇല്ലാതെ തന്നെ പുലർച്ചെയാകുമ്പം മുതലേ പ്രഭാത ഭക്ഷണവും കഴിച്ച് പറമ്പിലേക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ. കൂലിപ്പണിക്കാരെ ഒന്നും കൂട്ടാതെ തന്നെ ഞങ്ങളെല്ലാം എൻ്റെ സ്വയം അധ്വാനത്തിലൂടെ വളർത്തി ഞങ്ങൾക്ക് വേണ്ടതൊക്കെ തന്ന ഒരു എപ്പോഴും നമ്മുടെ പൂർവികർ പറയുന്ന പോലെ കാണപ്പെടുന്ന ഒരു ദൈവം എന്ന് വേണേൽ നമുക്ക് അപ്പനെപ്പറ്റി പറയാൻ പറ്റും. ഒരു ബഹളം ഉണ്ടാക്കാത്ത മനുഷ്യൻ, വളരെ ശാന്തനായ മനുഷ്യൻ. വീട്ടിലൊരു അലോഹ്യോ ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും കേൾക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രം, സഭാപരമായ കാര്യത്തിലും മറ്റു പൊതു കാര്യങ്ങളിലുമൊക്കെ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും മറക്കാതെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതേസമയം എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചു പോയിരുന്ന ഒരു വ്യക്തി എന്നാണ് എനിക്ക് അപ്പനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളിൽ ഏറ്റവും മൂത്ത ആൾ ഒരുപക്ഷെ ചാച്ചനെ പോലെ തന്നെ വളരെ ബഹുമാന്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ബിഷപ്പായിരിക്കുന്ന അഭിവന്യ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ്. പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? പ്രത്യേകിച്ച് ദൈവവിളിയിലേക്കൊക്കെ നിങ്ങളെ നയിച്ചത് പിതാവായിരുന്നു, ഒരു പ്രചോദനമായി തീർന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ കൊച്ചായിരിക്കുമ്പോൾ അവധിക്കാലത്താണ് പിതാവിനെ ആദ്യമായിട്ട് കാണുക. സെമിനാരിയിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ ഒന്ന് ഡീക്കനൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്ന എൻ്റെ ഓർമ്മയിലുള്ളത്. അവധിക്ക് വീട്ടിൽ വരുമ്പോൾ വീട്ടിലൊക്കെ വായിച്ച് എൻ്റെ ഷൂസൊക്കെ ഇട്ട് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരച്ഛൻ എന്നുള്ളൊരനുഭവം മനസ്സിൽ ഓർമ്മയുള്ളത്. എൻ്റെ ആദ്യ കുർബാന സ്വീകരണ അവസരത്തിൽ നമസ്കാരം പഠിപ്പിച്ചത് പിതാവായിരുന്നു. അന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുപോയി എങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ കൈകൂപ്പി പിടിക്കേണ്ടതെന്ന് മാതാവ് പിടിച്ചിരുന്നത് കാണിച്ചത് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. പ്രാർത്ഥിക്കുന്ന കൈകൾ ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ ആ തിരുസ്വരൂപത്തിൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു. പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ചാച്ചനും അമ്മച്ചിയൊക്കെ ഈ പിതാവ് അച്ഛനായപ്പോൾ അച്ഛനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും ഒക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീടിനടുത്ത് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു തെങ്ങ് തന്നെ അച്ഛൻ തെങ്ങെന്ന് പേരിട്ട് ചാച്ചൻ മാറ്റി നിർത്തി. അച്ഛൻ തെങ്ങ്. അപ്പോൾ അതിലുണ്ടാകുന്ന തേങ്ങ അച്ഛന് കൊണ്ടുപോയി അതിടുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അത് കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഞാനും അനിയന്മാരൊക്കെയാണ്. ഞാൻ ഓർക്കുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാച്ചൻ തേങ്ങയൊക്കെ പൊതിച്ച് ഒരു വലിയ സഞ്ചി നിറയെ വെച്ച് തരും. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ കുറേ ഞാലിപ്പൂവും പഴവും ചുണ്ടില്ലാക്കണ്ണം പഴവും ഒക്കെ എടുത്തു വെക്കും. 4 കിലോമീറ്റർ നടന്നാണ് ജോസ്ഗിരി പള്ളിയിലേക്ക് പോകുന്നത്. ഒന്ന് പിതാവ് അവിടെയാണ് വികാരിയായിട്ടിരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ തേങ്ങയ്ക്കകത്ത് കിടന്ന് ഈ പഴം ഞെരുങ്ങി ഒരവസ്ഥയാവും. എങ്കിലും പിതാവ് അതൊക്കെ വലിയ സന്തോഷത്തോടെ മേടിച്ച്, കാരണം ഈ പഴത്തിൻ്റെയൊക്കെ തൊലിയൊക്കെ പോയിട്ട്, എങ്കിലും ഞാനിന്ന് ഓർക്കുന്നു അതെല്ലാം സന്തോഷത്തോടുകൂടി. അതൊരിക്കലല്ല, അതൊരു സ്ഥിരം ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ഇച്ചാച്ചനും അമ്മച്ചിക്കും ഈ ആദ്യം വീട്ടിലുണ്ടായ അച്ഛനോടുള്ള ആദരവ് ഞാൻ സ്വയോടുകൂടി കണ്ടിട്ടുണ്ട്.
പിതാവിനോട് അച്ഛനും അമ്മച്ചിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഇടവകയിലുള്ള ആ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം അങ്ങനെ. ഒരുപാട് പ്രാർത്ഥിക്കുന്ന, ഒരുപാട് നന്മകളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വൈദിക വിദ്യാർത്ഥി. എങ്ങനെയായിരുന്നു പിതാവിൻ്റെ സെമിനാരി ജീവിതം? സെമിനാരി ജീവിതത്തിന് ഒരു പ്രത്യേകതയൊന്നും ഞാൻ കൂടുതലായിട്ട് കണ്ടില്ല. വീട്ടിൽ അഭ്യസിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സെമിനാരിയിലും കൃത്യനിഷ്ഠയോടെ പാലിക്കാൻ അവസരം കിട്ടി. സമാധികാരികളുടെ, പ്രത്യേകിച്ച് സെമിനാരി അധികാരികളുടെ നിർദ്ദേശങ്ങളും സെമിനാരിയിലെ നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം അങ്ങനെ പറയാനൊക്കെ ഇടയായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രാർത്ഥനകൾക്കും ഒരുപാട് നാളത്തെ മോഹങ്ങൾക്കൊക്കെ ശേഷം വൈദികനായ ദിവസം ഓർമ്മയുണ്ടോ? ആ ദിവസം അതിൻ്റെ നടന്ന സംഭവങ്ങൾ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു വൈദികനാകാനാണല്ലോ സെമിനാരിയിൽ ചേർന്നത്. ആ ലക്ഷ്യം സഫലീകരിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരു വൈദിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. അന്നത്തെ കാര്യത്തിൽ ഏറ്റവും എൻ്റെ ഓർമ്മയിൽ വരുന്നത്, അന്ന് കോതമംഗലം രൂപതാധ്യക്ഷനായിരുന്ന മാർ മാത്യു പോത്തനാമൊഴി അതുവരെയും ഒരിക്കലും ഇടവുകളിൽ വൈദിക വട്ടം കൊടുക്കാതെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഹൈറേഞ്ചിലെ എൻ്റെ ഇടവകയായ കുഞ്ചിത്തന്നെ വന്ന് എനിക്ക് വൈദിക വട്ടം തന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യം. ആദ്യമായിട്ട് ഒരു വൈദികനാകാനായിട്ട് അച്ഛൻ തീരുമാനമെടുത്തപ്പോൾ ആദ്യമായിട്ട് ഒരുപക്ഷെ പറഞ്ഞത്, ഷെയർ ചെയ്തത് പിതാവിനോടായിരുന്നു. തീർച്ചയായിട്ടും. അതെങ്ങനെ ഓർക്കുന്നു, ജോസ്ഗിരി പള്ളിയിൽ SLC പരീക്ഷയായിട്ട് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ഇനി എന്നാ ടോമി നിൻ്റെ ഇതുപോലെ ഒരു ദിവസം തേങ്ങയൊക്കെ ചോന്നുകൊണ്ട് ചെന്നപ്പോൾ ചോദിക്കുകയാണ്, ഇനി എന്നാ പരിപാടി, എന്നാ വികാരിച്ചനെ പോയി കാണാൻ പറഞ്ഞു. തുടർന്ന് സെമിനാരിലേക്ക് പോവുകയാണ്. എൻ്റെ ദൈവവിളിയെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറഞ്ഞ പല ഫേസുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഫേസാണ് ഈ പിതാവിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും എല്ലാം. രണ്ടാമത്തേത് ഫിലോസഫി പഠിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു ലൈബ്രറിയിൽ. അപ്പോൾ സിദ്ധാർത്ഥ എന്ന ഹെർമൻ ഹെസ്സയുടെ പ്രസിദ്ധമായൊരു നോവൽ വായിക്കാനിടയായി. അതിനകത്തെ ബാലനായ സിദ്ധാർത്ഥ എന്നെ ഒത്തിരി ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹം കണ്ടെത്തുന്ന പുതിയ അനുഭവങ്ങളെല്ലാം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അക്കാലത്ത് വീട്ടിലും കുറേ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു, എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ സെമിനാരി പഠനത്തിൽ ഒരു ബ്രേക്ക് എടുത്തു. അഫീൻ്റെ പിതാവിനോട് പറഞ്ഞു 3 വർഷം വീട്ടിൽ നിന്ന്, വികാരിച്ചൻ്റെ കീഴിൽ നിന്ന് എൻ്റെ പഠനം, BA പഠനം ഞാൻ പൂർത്തിയാക്കി. മേജർ സെമിനാരിയിൽ നിന്ന് ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ചിലപ്പോൾ ഒരുപക്ഷെ പല കാരണങ്ങളുണ്ടാവാം. ഒരു യുവാവിൻ്റെ ആത്മീയ സംഘർഷങ്ങളാവാം, അല്ലെങ്കിൽ എൻ്റെ വിധി, എൻ്റെ ഭാഗതയെ ഞാൻ തന്നെ നിർണ്ണയിക്കൂ എന്നുള്ള ഒരു അതിര് കവിഞ്ഞ ആത്മവിശ്വാസമാകാം, അല്ലെങ്കിൽ വീടിൻ്റെ ചില പിൻവിളികളാവാം. എന്തായിരുന്നു യഥാർത്ഥ കാരണം? ശരിക്കും ഞാൻ ആദ്യം പങ്കുവെച്ച എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും പ്രാർത്ഥനാ അനുഭവത്തെ സംബന്ധിച്ചും കൂട്ടായ്മയെ സംബന്ധിച്ചും ഒക്കെയുള്ള അനുഭവങ്ങൾ, അതിലെന്തോ ചെറിയ താളപ്പിഴകൾ വന്നപ്പോൾ എനിക്കെന്തോ ഒരു റോള് വീട്ടിലുണ്ടെന്ന് കരുതി ഞാൻ പിൻവലിഞ്ഞത്. കഷ്ടപ്പെടുന്ന അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ, അവരെ സഹായിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ എന്ന് കരുതി ഒരു ദിവസം ഞാനെടുത്തൊരു തീരുമാനം, 3 വർഷത്തെ ബ്രേക്കിൽ എൻ്റെ വീട്ടിൽ എനിക്കെന്തോക്കെ റോളുണ്ട് എന്ന് കരുതി വന്ന ഞാൻ യഥാർത്ഥത്തിൽ 3 വർഷം കഴിഞ്ഞ് ഒരു മെയ് 31 സെമിനാരിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാനിട്ട പദ്ധതികളെല്ലാം ഒന്നുമല്ല എന്നും
എനിക്ക് വ്യക്തമാക്കി തരികയായിരുന്നു ദൈവം. കാരണം ഏറ്റവും ഇളയ അനുജൻ സാവിയോ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ അപ്പനെയും അമ്മയും ഒക്കെ നോക്കി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ട് ചുമതലപ്പെടുത്തി പോയ ഞാൻ സെമിനാരിലേക്ക് പോയ തിരികെ പോയ ആ 31-ാം തീയതി, മെയ് 31-ാം തീയതി സാവിയോ വളരെ സഡനായിട്ടുള്ളൊരു അറ്റാക്കിന് വിധേയനായി ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ്ങിൽ പ്രവേശിപ്പിക്കപ്പെടുകയായിരുന്നു ലിസി ഹോസ്പിറ്റലിൽ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ. അന്ന് ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു, ദൈവമേ, നിൻ്റെ പദ്ധതികൾ എൻ്റെ പ്ലാനുകളൊന്നുമല്ല, നിൻ്റെ പദ്ധതികളാണ് എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസമാണ്. ഒരുപക്ഷെ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിന് നിമിത്തമായ ഒരു കാരണമായിരുന്നു ഈ സാവിയോയ്ക്ക് വന്ന ഈ അസുഖം. സാവിയോയുടെ രോഗം എനിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് മാത്രമല്ല, അവനെ ഒരു നോക്ക് കണ്ടിട്ടുള്ളവരെല്ലാം തമ്പുരാൻ്റെ പദ്ധതിക്ക് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് തിരികെ പോയിട്ടുണ്ടാവും. അത്ര വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം രോഗക്കിടക്കയിൽ. മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു സാവിയോ അല്ലേ? അതെ. അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം? ഗില്ലൻ ബാരി സിൻഡ്രം എന്ന പോളിന്യൂറൈറ്റീസ് വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗമായിരുന്നു. ബ്രെയിനിലുണ്ടാകുന്ന ഒരു വൈറസ് അറ്റാക്ക്. ശരീരം മുഴുവൻ പാരലൈസ് ആകുന്നു. ഇൻറ്റേർണൽ ഓർഗൻ ലങ്സ് പാരലൈസ് ആകുന്നു. എന്നാൽ സാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നതുകൊണ്ട് തിരികെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വരാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ കട്ടിലിൽ തന്നെ കുറച്ചേറെ നാളുകൾ, എത്ര വർഷങ്ങൾ? ജീവിതത്തിൻ്റെ പകുതി സമയവും കട്ടിലിൽ തന്നെ, ഏതാണ്ട് 17 വർഷക്കാലം. സാവിയെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്, പത്രങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് വരുന്നവർക്കൊക്കെ ഒരുപാട് പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് നന്മ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി, അതും രോഗാവസ്ഥയിൽ, ശരീരം ഏകദേശം പൂർണ്ണമായിട്ടും തളർന്ന അവസ്ഥയിൽ. ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആൾ, അതും ഒരുപാട് പച്ചപ്പുള്ള ചിത്രങ്ങൾ, ഒരുപാട് ദൈവികതയുള്ള ചിത്രങ്ങൾ. സാവിയോയെക്കുറിച്ച് പറയാമോ? സാവിയോ എൻ്റെ ഇളയ ബ്രദറാണ്. 16 വർഷത്തോളം അവന് രോഗിയായിട്ട് കിടന്നു. ആരംഭത്തിൽ പനിയായിട്ട് ആരംഭിച്ചു. ലിസി ഹോസ്പിറ്റലിൽ 2 വർഷത്തോളം കിടന്നു. അത് കഴിഞ്ഞ് റെസ്പിറേറ്റർ വാങ്ങി വീട്ടിലേക്ക് പോരുകയായത്. 1 വർഷത്തോളം എല്ലകല് ഹോസ്പിറ്റലിൽ താമസിച്ചു. അത് കഴിഞ്ഞ് വീടൊക്കെ അവന് വേണ്ടിയിട്ട് റെഡിയാക്കി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. 17 വർഷത്തോളം രോഗിയായിട്ട് കിടന്നതിന് ശേഷമാണ് മരിച്ചത്. അവന് ഒരു വലിയൊരു സഹനത്തിന് സാക്ഷിയാവന്. ഞങ്ങൾക്കല്ലാതെ വളരെ ത്യാഗം സഹിക്കാനുള്ള ഒരു പ്രചോദനവും കൂടിയായിരുന്നു. 2 വിരലുകൾ മാത്രം ചലിപ്പിക്കുവാനായിട്ട് ശേഷിയുള്ള സാവിയോ എത്ര മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചു വെച്ചിട്ടുള്ളത്. അതും ഓയിൽ പെയിൻറ്റിങ്ങുകളല്ല, മിക്കവാറും സ്കെച്ച് പെന്നിൽ വരച്ച ചിത്രങ്ങൾ. എങ്ങനെയായിരുന്നു സാവിയോ ചിത്രങ്ങൾ വരച്ചിരുന്നത്? രോഗത്തിൻ്റെ ആദ്യ നാളുകളിൽ ഈ 2 വിരലുകളും അനങ്ങില്ലായിരുന്നു. സാവിയോ ആകെ ഡെവലപ്പ് ചെയ്ത ഒരു ഇമ്പ്രൂവ്മെൻ്റ് അതായിരുന്നു. സിസ്റ്റർ ആലീസ് ചേച്ചി സാവിയോയെ രോഗക്കിടക്കയിൽ വെച്ച് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അത് സ്കെച്ച് പെൻ ഉപയോഗിച്ച്. മറ്റ് ചേച്ചിമാരും സാവിയോ ശുശ്രൂഷിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചു. ഈ 17 വർഷത്തിനുള്ളിൽ എത്രയോ മനോഹരമായ ചിത്രങ്ങളാണ് സാവിയോ വരച്ചു കൂട്ടിയതിന് കണക്കില്ല. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും എല്ലാം ആശംസകൾ സാവിയോ തന്നെ ചിത്രങ്ങൾ വരച്ച് അയച്ചു കൊടുക്കുകയായിരുന്നു. മാനുഷികമായ വികാരങ്ങളുടെ എക്സ്പ്രഷന് ഒരു സ്കെച്ച് പെന്നിൻ്റെ മഷി തീർന്ന അനുഭവങ്ങൾ വെച്ച്, അനുഭവങ്ങൾ വെച്ച് കോറി ഒരു ചിത്രത്തിൽ 1000 വരകൾ വരച്ചായിരിക്കും അത് ചിത്രം പൂർത്തിയാക്കുക, 2 വിരലുകൾ മാത്രം അനക്കിക്കൊണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളുടെ എല്ലാം വില, മഹത്വം അറിയുന്നത് അത് വരച്ച ആളുടെ അവസ്ഥ മനസ്സിലാകുമ്പോൾ. കാണുന്നവരെല്ലാം അതിശയപ്പെടാറുണ്ട്, എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ ഈ എക്സ്പ്രഷൻസ് കൈമാറിക്കൊടുത്തു എന്നത്. ഒരു പക്ഷേ ഒരു വൈരുദ്ധ്യം,
ഒരുപാട് വൈദികരുള്ള, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ ഒരു പക്ഷേ 1000-ൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗം, ഇതൊരു വൈരുദ്ധ്യമല്ലേ? ഈ സഹനം വൈരുദ്ധ്യമല്ല, ഒരു പൂർണ്ണതയാണ്. ഇത്രയും ദൈവാനുഭവം ദൈവം ഒരുക്കിയപ്പോൾ ആ ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ ഈ സഹനം ആവശ്യമാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അതൊരു സഹനമായിട്ട് കരുതാതെ അതൊരു ഈ ദൈവവിളിയുടെ അനുഭവങ്ങളിലേക്ക്, ഒരു പൂർണ്ണതയിലേക്ക് ഞങ്ങളെയെല്ലാം സഭ വഴി നടത്തുകയായിരുന്നു. സഭയുടെ സഹനങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രകാശം പകരുകയായിരുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ തരണം ചെയ്യാമെന്ന്. നിങ്ങൾ 6 വൈദികരിൽ ഒരാളിപ്പോഴില്ല, സണ്ണിയച്ചൻ ഒരു അപകടത്തിൽ മരണമടഞ്ഞു. 1992 ജൂൺ 2-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ഒരു ബലിവേദിയിൽ വെച്ച് പട്ടമേറ്റവരാണ്. ഞാൻ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ വന്ന് പട്ടമേറ്റിട്ട് ലിസി ഹോസ്പിറ്റലിൽ വീണ്ടും ഒരു മേജർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ലിസി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സണ്ണിയച്ചൻ പട്ടമേറ്റിട്ട് കല്യാൺ രൂപതയുടെ, സീറോ മലബാർ സഭയുടെ പുതിയ രൂപതയായ കല്യാൺ രൂപതയുടെ ഒരു മിഷണറിയായിട്ട്, ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. ഞാൻ ആശുപത്രി കിടക്കയിൽ, പുള്ളി കല്യാൺ. 2.5 വർഷം നീണ്ട വളരെ മഹത്തരായ ഒരു ശുശ്രൂഷ അദ്ദേഹം നടത്തി. സീറോ മലബാർ സഭയുടെ മക്കളെ സഭാസമൂഹങ്ങളാക്കി രൂപപ്പെടുത്തുന്നതിലും ഒരു വിശ്വാസാനുഭവത്തിൽ വളർത്തുന്നതിലും 2.5 വർഷം അഹോരാത്രം അധ്വാനിച്ചു. 1992 ജൂൺ മാസത്തിൽ 2-ാം തീയതി ഒരു ഉച്ച സമയത്ത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ട് തിരികെ പള്ളിമേടയിലേക്ക് വരുമ്പോൾ ബോംബെ പൂന ലൈനിൽ, റെയിൽവേ ലൈനിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു തുരങ്കത്തിൽ വെച്ച് ഒരു ട്രക്കർ കയറി. അദ്ദേഹം ആ നിമിഷം അവിടെ തന്നെ മരിച്ചു. സണ്ണിയച്ചൻ എൻ്റെ ഇളയ ബ്രദറാണ്. കല്യാൺ ജ്യോതിക്ക് വേണ്ടിയിട്ട് പഠിച്ചു. പട്ടസ്വീകരണത്തിന് ശേഷം 2-ാം വർഷം കിർക്കി എന്ന് പറയുന്ന സ്ഥലത്ത്, പൂനായിൽ കിർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അവരുടെ മരണം ഇപ്പോഴും എനിക്കൊരു ഹീലിംഗ് തന്നിട്ടില്ല എന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എന്നെ അത് വേദനിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആനിക്കുഴിക്കാട്ടിൽ വീടിന് 2ാമത് വരുന്ന ഒരു ദുരന്തം, സാവിയോയുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന മറ്റൊരു ദുരന്തം. ദുരന്തമെന്ന് ഞാൻ വീണ്ടും പറയില്ല. വീണ്ടും കൂടുതലായ ദൈവാനുഭവത്തിലേക്ക് നയിച്ച, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവവിളിയുടെ 3-ാമത്തെ തലത്തിലേക്കുള്ള ഒരു വളർച്ചയായിരുന്നു. അതെങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലിസി ഹോസ്പിറ്റലിലേക്ക് ഒരു മേജർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിട്ട് പോയി. തുടർന്നുള്ള 2 വർഷക്കാലം വിശ്രമത്തിലും മരുന്നും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടും. അന്ന് മുതലക്കോടം പള്ളിയിൽ ഒരു അസിസ്റ്റൻ്റായിട്ടല്ല, ഒരു സഹായിയായിട്ട് കുർബാന മാത്രം ചൊല്ലി കടന്നുകൂടുന്ന നാളുകളിൽ അപ്പോഴാണ് സണ്ണിയച്ചൻ മരിക്കുന്നത്. അവിടുത്തെ കൈക്കാരൻ ചെമ്പരത്തിക്ക് ചാക്കോച്ചിനെയും കൂട്ടി മരിച്ച സണ്ണിയച്ചൻ പ്രവർത്തിച്ച മേഖലകൾ പോയി ഞാൻ കാണാനിടയായി. അച്ഛൻ്റെ മരണശേഷം എനിക്ക് വളരെയധികം പ്രചോദനം തരുന്ന, എൻ്റെ ദൈവവിളിയെ വീണ്ടും തട്ടി ഉണർത്തിയ, എൻ്റെ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കുന്ന, എന്നിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ എല്ലാ സാധ്യതകളെയും
വീണ്ടും കത്തിജ്വലിപ്പിച്ച ഒരു സന്ദർശനമായിരുന്നു അത്. ഞാൻ തിരികെ വരുന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്, ക്രിസ്തുവിൻ്റെ പുതിയൊരു പുരോഹിതനായിട്ടാണ് വീണ്ടും ഞാൻ തിരികെ വരിക. എനിക്ക് ഈ ശുശ്രൂഷയുടെ പ്രതിസന്ധികളിൽ എപ്പോഴും സണ്ണിയച്ചനും സാവിയച്ചനും ഉണ്ട് എന്നത് എൻ്റെ ഒരു വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഇതൊരു ദുരന്തമല്ല എന്നെ സംബന്ധിച്ചോളം. അവർ ജീവിച്ചിരുന്ന അവരെക്കാളിലും ഇന്ന് എനിക്ക് ശക്തിയായ പിൻബലം തരുന്ന 2 മാലാഖമാരാണ്. അതെൻ്റെ അനുഭവമാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ രഹസ്യം അതാണ്. ഞാനിന്ന് അഭിമാനപൂർവ്വം ഓർക്കുന്നു. ഓരോ ദിവസവും വിശുദ്ധ ബലിയിൽ തിരുവോസ്തിയും തിരുരക്തം ഉയർത്തുമ്പോൾ അവരെ ഓർക്കാതെ കടന്നു പോകാറില്ല. പലപ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകാറുണ്ട്. അത് നിരാശയുടെയല്ല. പരിശുദ്ധൻ 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 എന്ന് വിശുദ്ധ കുർബാനയിൽ പാടുമ്പോൾ മാലാഖമാരോടുകൂടി, സ്വർഗീയ ദൂതന്മാരോടുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ആ 2 സഹോദരന്മാരോടൊപ്പം ഞാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നു എന്നത് എൻ്റെ നിത്യമായ ദിവസം തോറുമുള്ള ദൈവിക അനുഭവമാണ്. അതെൻ്റെ ബലിയർപ്പണത്തെ സ്വർഗീയ അനുഭവമാക്കി മാറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ദുരന്തമല്ല, അത് ഒരു പൂർണ്ണതയിലേക്ക് എന്നെ വഴി നടത്തുകയാണ്. ടോമിച്ചിനെ കണ്ടിരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിതാവിൻ്റെ വീട്ടിലുണ്ടായ 2 മരണങ്ങൾ അത് കുടുംബത്തെ ഒത്തിരി ഉലച്ചിരുന്നു എന്ന് പറയുകയുണ്ടായി. സാവിയോയുടെ മരണവും സണ്ണിയച്ചൻ്റെ മരണവും പിതാവിനെ ഒത്തിരി വ്യക്തിപരമായിട്ട് ഈ മരണങ്ങൾ സ്വാധീനിച്ചിരുന്നു. തീർച്ചയായിട്ടും മരണം എല്ലാ മനുഷ്യർക്കും ദുഃഖപൂരിതമാണ്. പ്രത്യേകിച്ച് ഈ യുവ വൈദികൻ എന്നുള്ള നിലയ്ക്ക് പൗരോഹിത്യത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ വ്യാപരിച്ച ആളെന്നുള്ള നിലയ്ക്ക് സണ്ണിയച്ചൻ്റെ മരണം ചിന്തിക്കാനും അതുപോലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ നിരീക്ഷിക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരെ അധികം ആയുസ് കൊടുക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ഓർക്കാനും ഒക്കെ കാരണമായെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനെ ദൈവതിരുമനസ്സിന് വിധേയമായി എടുക്കുക എന്നുള്ളതല്ലാണ്ട് ഇപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ ഒലച്ചിലോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് ഒന്നും അത് കാരണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുടുംബത്തെ സംബന്ധിച്ച് ദുഃഖകരമായിരുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പം അവരെ സംബന്ധിച്ച് അത് രണ്ടും വളരെ വേദനാജനകവും ദുഃഖകരവുമായിരുന്നു. പുരോഹിതൻ ഒരു പുഴയാണ്. സ്വന്തം ജീവിതം സുന്ദരമായി കാത്തു സൂക്ഷിക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ശുദ്ധമാക്കുന്ന ഒരു പുഴ. എത്ര സമുന്നതമാണ് ഈ പൗരോഹിത്യം. പൗരോഹിത്യ വർഷത്തിൽ നമുക്ക് പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം.